വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി പലഹാരമാണ്. ഒട്ടും എണ്ണയും ചേർക്കാതെ നല്ല ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടയാണിത്. ഇതിൽ മാവ് കുഴയ്ക്കുകയും വേണ്ട, നമ്മൾ മാവ് പരത്തിയൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അടയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് പോലും ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. ഇതിനായിട്ട് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിയും പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പൊടിയരിയാണ് എടുത്തേക്കുന്നത്. കുറച്ച് പൊടിയരി ഇരുന്നത് കൊണ്ട് ഞാൻ അതിൽ ചേർത്തേക്കുന്നതേ ഉള്ളൂ. പച്ചരി മാത്രമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് കുതിർന്നതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഈ മാവ് പച്ചരി ഇതാ നല്ല രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു അളവിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. വെള്ളം പോലായി പോരുത്. ഈ ഒരു കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് ശർക്കര വേണം, പിന്നെ തേങ്ങ, പിന്നെ ഇത് നമ്മൾ വാഴയിലയിലാണ് ചെയ്തെടുക്കുന്നത് ഇവിടെ. പിന്നെ വാഴയിലയൊക്കെ നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. നാട്ടിലേക്കാണെങ്കിൽ ഇത് ഇഷ്ടാനുസരണം നമുക്ക് എടുക്കാം. അങ്ങനെ ഞാൻ വാഴയിലേക്ക് ഒന്ന് കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരയും ചീകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് തേങ്ങയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് വെള്ള ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് ശർക്കര ആയാലും കരിപ്പട്ടി ആയാലും നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു ശർക്കരയിൽ അധികം മധുരം കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് തേങ്ങ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒക്കെ തോനെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. വൈകുന്നേരം ചായയുടെ കൂടെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് പറ്റിയൊരു സ്പെഷ്യൽ ഒരു ഐറ്റമാണിത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഏത്തപ്പഴം കാണാൻ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് അങ്ങനെ ചേർത്ത് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം പക്ഷേ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നില്ല. പക്ഷേ ഏത്തപ്പഴവും നമുക്ക് ഈ ഒരു അടയിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് അതും ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ തേങ്ങായും മധുരവും ഒക്കെ നമ്മൾ ആ തേങ്ങയിൽ പിടിക്കണമല്ലോ. അത് നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം. എന്നിട്ട് നന്നായിട്ട് ജീരകവും എല്ലായിടവും പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ കിസ്മിസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മാവിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഉപ്പ് മാത്രമാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ മാവ് കലക്കുമ്പോഴത്തേക്കിന് നമ്മളിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞു വരുന്ന രീതിയിലായിരിക്കും ആ മാവ്. ആ ഒരു വെള്ളത്തിൻ്റെ രീതിയിൽ വേണം നമ്മൾ എടുക്കുക. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഇലയിൽ പരത്തി എടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒലിച്ചു പോകും. നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഞാൻ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലോട്ട് ഇതുപോലെ ഒഴിച്ചൊന്ന് പരത്തി കൊടുക്കാം. ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുത്ത് പരത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതേ രീതിയിലൊന്ന് പരത്തി കൊടുക്കണമേ. നമ്മൾ ഇതേ രീതിയിൽ അടപ്പായസത്തിന് ഇതേപോലെ വാഴയിലയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വാഴയിലയിലിട്ടിട്ട് നമ്മൾ അതും ഇതുപോലെ അടപ്പായസത്തിനും ഇതേ രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കുള്ള ഒരു ഫില്ലിങ്സ് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ആ ശർക്കരയും തേങ്ങയും ഒക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇത് ഒന്ന് മടക്കിയെടുക്കണം. ഈ രീതിയിൽ തന്നെ അങ്ങ് മടക്കണം. പിന്നെ വാഴയില പൊട്ടിയ വാഴയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ മാവൊക്കെ പുറത്തു പോകും. ഇതിപ്പോൾ ഇവിടുന്ന് വാങ്ങിയതായതുകൊണ്ട് ചെറിയ വാഴയിലയിലൊക്കെ ചെറിയ പൊട്ടലുണ്ട്. എങ്കിലും മാവ് നല്ല കട്ടിയിൽ നമ്മൾ വെള്ളം കുറച്ചെടുക്കുമ്പോൾ അങ്ങനെ പുറത്ത് പോകത്തില്ല. ഈ രീതിയിൽ മാവ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇതുപോലെ ഓരോന്നും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കായാലും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു പലഹാരമാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം.
ഈ അടയൊക്കെ ഉണ്ടാക്കാനും കുഴയ്ക്കാനും ഒക്കെ പരത്താനും ഒക്കെ മടിയുള്ളവർക്കായാലും ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒരു പാടുമില്ല. നമുക്ക് ഈ ഒരു പച്ചരി ഒന്ന് കുതിർന്ന് അരച്ചെടുക്കുന്ന ആ ഒരു താമസം മാത്രമേ ഇതിലുള്ളൂ. പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് മൈദാമാവിലും ഗോതമ്പ് മാവിലും ചെയ്തെടുക്കാം. അരിമാവിൽ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ മൈദാമാവിൽ ചെയ്യുമ്പം കുറച്ച് ഹാർഡായിരിക്കും. മൈദാമാവ് ഒന്ന് ഇതുപോലെ വെള്ളം ചേർത്തൊന്ന് കലക്കിയിട്ട് അതും ഇതുപോലെ നമുക്ക് ഇലയിൽ ഇതുപോലെ ഒഴിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗോതമ്പ് മാവായാലും അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഈ അടയുടെ രുചി കൂട്ടുന്നത് അതിനുള്ളിൽ വെക്കുന്ന കൂട്ട് തന്നെ കേട്ടോ. നമ്മൾ ഇതിൽ നാടൻ തേങ്ങയൊക്കെ ചേർത്ത് ശർക്കരയൊക്കെ നല്ല ചേർത്ത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ഒക്കെ നമുക്ക് തോനെ ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഈ മൂപ്പ് കുറഞ്ഞ തേങ്ങ ഒക്കെ ആയിരിക്കും ഇതിന് നല്ലത്. അതുപോലെ തന്നെ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലയിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പെട്ടെന്ന് തന്നെ ഇലയിൽ നിന്ന് നല്ല രീതിയിൽ വിട്ടു വരികയും ചെയ്യും. വേവ് പെട്ടെന്ന് തന്നെ നമുക്കിത് വേവുകയും ചെയ്യും. എന്നാൽ മാവ് നമ്മളിത് അരച്ചെടുക്കുമ്പോഴും ഒത്തിരി ഒന്ന് കട്ടിയിലായി പോകരുത്, എന്നാൽ ഒരുപാട് ലൂസുമായി പോകരുത്. ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ അട ഒന്ന് കട്ടിയായി പോകും. ലൂസായി കഴിഞ്ഞാലും നമ്മൾ വാഴയിൽ നിൽക്കത്തില്ല, ഒലിച്ചു പോവുകയും ചെയ്യും. ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്നാക്കി ആവിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പം വാഴയില ഇല്ലാത്തത് കൊണ്ട് കുറച്ച് മാത്രമാണ് ഒരു 8 എനിക്ക് ഇതുപോലെ ഉണ്ടാക്കാനുള്ള ഇല ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ 8 അട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ മാവ് ഒരു തട്ടയിൽ, ഈ ആവി വരുന്ന തട്ടയിൽ ഒഴിച്ച് തന്നെ ഒരു കിണ്ണത്തപ്പം പോലെ ചെയ്തെടുത്തേക്കുവാണേ. നമുക്കിത് തുറന്ന് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇലയടയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇലയടയാണ്. നമുക്കിത് ഇലയിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടുവരും. അഥവാ നമുക്ക് ഇലയട വെന്തിട്ടില്ലെങ്കിൽ ഇലയിൽ തന്നെ ഒട്ടിപ്പിടിക്കും. ഇത് നല്ല രീതിയിൽ വെന്ത് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടുവരും. എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഇലയടയുടെ റെസിപ്പിയാണ്. അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇലയടയാണ്. ഞാൻ ബാക്കി മാവ് വാഴയില ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഞാൻ ആവി കയറ്റി എടുക്കുവാണേ. നമ്മൾ കിണ്ണത്തപ്പം വെക്കുന്നത് പോലെ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കാണ് ഞാൻ ആ ഒരു കൂട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിൽ പിന്നെ ഞാൻ ഒരു ഏത്തപ്പഴവും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. അത് നല്ല ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.